മുക്കത്ത് 3 കിലോയോളം MDMA-യുമായി പിടിയിലായ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ P. മുഹമ്മദ് ഹനീഫ ഗുജറാത്തിലെ വഡോദരയ്ക്കും സൂറത്തിനുമിടയിൽ വെച്ച് ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ടത്. മുക്കം നഗരസഭയിലെ രണ്ടിടങ്ങളിൽ നിന്നായി 2.803 ഗ്രാം MDMA-യുമായി പിടിയിലായ പ്രതിയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഗുജറാത്തിലെ വഡോദരയ്ക്കും സൂറത്തിനുമിടയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത്. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ P. മുഹമ്മദ് ഹനീഫയെ മുക്കം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് MDMA-യുമായി പിടികൂടുന്നത്. തുടർന്ന് റിമാൻഡിലായ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മുക്കം ഇൻസ്പെക്ടർ അടക്കം 6-അംഗ സംഘമാണ് പ്രതിയുമായി ഡൽഹിയിലേക്ക് പോയിരുന്നത്. ട്രെയിനിൽ വെച്ച് പോലീസുകാർ ഉറങ്ങുന്നതിനിടെ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാനത്ത് തന്നെ പോലീസ് പിടികൂടുന്ന ഏറ്റവും വലിയ അളവിലുള്ള മയക്കുമരുന്ന് വേട്ടയായിരുന്നു മുക്കത്തേത്. വിപണിയിൽ 3 കോടിയോളം രൂപ വില വരുന്ന MDMA ആയിരുന്നു പിടികൂടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി താമരശ്ശേരി DYSP വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പോത്ത് കച്ചവടക്കാരനായ പ്രതിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ബന്ധങ്ങളുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ മുഹമ്മദ് ഹനീഫയെ കൂടാതെ ഇദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി റൈഹാനത്തും പിടിയിലായിരുന്നു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി T. ഫറാഷ് IPSൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നാർക്കോട്ടിക്സ് DYSP T. ഉത്തംദാസിൻ്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് സെല്ലിലെ ഡാൻസാപ്പ് സംഘവും താമരശ്ശേരി DYSP വിനോദ് കുമാറിൻ്റെ കീഴിലുള്ള മുക്കം പോലീസ് ചേർന്നായിരുന്നു പ്രതികളെ പിടികൂടിയിരുന്നത്. ഹനീഫയിൽ നിന്ന് മുക്കം അഗസ്ത്യൻമൊഴി മിനി സിവിൽ സ്റ്റേഷൻ മുൻവശം വെച്ച് 517 ഗ്രാം MDMA-യാണ് ആദ്യം പിടികൂടിയത്. തുടർന്ന് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി MDMA-യും കൂടി പിടികൂടിയിരുന്നത്. നോട്ട് എണ്ണുന്നതിനുള്ള മെഷീനും പാക്കിങ്ങിനുള്ള നിരവധി കവറുകളും നിരവധി ഡിജിറ്റൽ ഇലക്ട്രോണിക് ത്രാസുകളും വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.